നമസ്കാരം. നേരത്തെ വീഡിയോയിൽ നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തത് കാലിൽ നിന്ന് മുകളിലേക്കാണ് അല്ലേ? ഇത് നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ഇതിൻ്റെ തമാശ എന്താണെന്നറിയോ? ഇത് ഒരേ മൂവ്മെൻ്റ് ആണെങ്കിലും ചെയ്യുന്ന സീക്വൻസിനനുസരിച്ച് നമ്മളുടെ അവസാനം നമുക്കുണ്ടാകുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരിക്കും. ഇത് വിശ്വസിക്കേണ്ട, ഒന്ന് എക്സ്പീരിമെൻ്റ് ചെയ്ത് നോക്ക്. ഓക്കെ, ഇതാണ് യോഗയിലെ പ്രധാനപ്പെട്ട സീക്രട്ടുകളിൽ ഒന്ന്. ഓക്കെ, നമുക്ക് ഈസിയായിട്ട് തുടങ്ങാം. ഒരു 10 പ്രാവശ്യം. ഇത് യോഗാസനങ്ങൾ ശരീരം ഒന്ന് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ ഇടയ്ക്ക് മാത്രം നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്താൽ മതി. ഇത് ആദ്യമായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര മടിയുണ്ടാവും, ശരീരത്തിന് ഭയങ്കര തമസായിരിക്കും. ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സാധാരണ സ്ലോ മോഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സ് ഭയങ്കരമായിട്ട് മടുക്കും. ഇത് പ്രത്യേകിച്ചും ടീനേജേഴ്സിനൊക്കെ വളരെ അവരെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. ടീനേജേഴ്സ് കുറച്ച് യുവാക്കളായിട്ടുള്ള ആൾക്കാർക്ക് ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. കാരണം സ്ലോ മൊമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സ് പെട്ടെന്ന് മടുക്കും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഇതേ സംഭവത്തിൻ്റെ ഋതം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ സൂക്ഷ്മ വ്യായാമത്തിൻ്റെ ഒരു മോഡലിലേക്ക് വരും. ഇതാണ് ഒരു നിങ്ങൾ ചെയ്തോ, ഞാൻ പറയാം. ഒരു ഇൻ്റർവ്യൂവിൽ ജാക്കി ചാനോട് ചോദിക്കുന്നുണ്ട് ഇന്ത്യയിൽ വന്നപ്പോൾ, നിങ്ങൾ യോഗ ചെയ്യാറുണ്ടോ എന്ന്. അപ്പോൾ പുള്ളി പറയുന്ന ഒരു കാര്യം, യോഗയും കളരിയും പിന്നെ കുറേ എനിക്ക് പേരറിയാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുറേ എനിക്ക് അങ്ങനെ കുറേ മാർഷൽ ആർട്സിൻ്റെ പേര് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഇതെല്ലാം ഒന്ന് തന്നെ അല്ലേ, എൻ്റെ ഋതം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് മാറിയില്ലേ. സത്യത്തിൽ അത്രേ ഉള്ളൂ കേട്ടോ. ഇത് മനസ്സിലാവാണ്ടാണ് ഇത് യോഗ, ഇത് കളരി, ഇത് ബർപ്പിസ്, എന്തുവാ അങ്ങനെ പേര്, ഇത് ഈ സംസ്കാരത്തിന് പറ്റില്ല, ആ സംസ്കാരത്തിന് പറ്റില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഒന്നുമില്ല, സിമ്പിൾ പരിപാടിയാണ്. ഇതേ കാര്യം ഇപ്പോൾ ഇങ്ങനെ തിരിച്ചില്ലേ, ഇതാ ഇങ്ങനെ കുറച്ചു നേരം പിടിച്ചിരുന്ന ശരീരം ശാന്തമായി അല്ലേ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമുക്ക് അങ്ങനെ പിടിക്കണ്ട നോക്കാം. ഓക്കെ, ഗുഡ്. റൊട്ടേറ്റ് യുവർ ആംസ്. 10 പ്രാവശ്യം. തിരിച്ചൊരു 10. നിങ്ങൾ അറിയുന്ന പോലെ പിടിക്കല്ലേ. ഇനി ഈ സൈഡും തിരിയാം. അങ്ങനെ അല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ അതിനെക്കാട്ടിലും എനിക്ക് ഇങ്ങനെ ഇഷ്ടം. അല്ലെങ്കിൽ ഇങ്ങനെ താങ്ങി പിടിച്ചാൽ നല്ലതാണ്. ഓക്കെ, ഇനി നമുക്കിങ്ങനെ ഒന്ന് ചെയ്താലോ. അങ്ങനെ തിരിഞ്ഞ് നിൽക്കുക. ഇങ്ങനെ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഒരു 10 പ്രാവശ്യം അതൊക്കെ ചെയ്താൽ മതി. ഓക്കെ, കുറച്ചൊന്ന് വാമായില്ലേ. ഇനി ഇങ്ങനെ വരിക. ഒരു 10 ഇങ്ങനെ. സെവൻ ചെയ്തോളൂ. Okay, relax, breathe. ഇത് 10 ചെയ്താൽ ഇതൊരു 10 ചെയ്യാൻ പറ്റും. കഴിയുന്നത്ര ചെയ്യാം. Okay, breathe.
നമുക്ക് ഇത്ര ബ്രേക്ക് എടുക്കണമെങ്കിൽ എടുക്കണ്ട. ജസ്റ്റ് കൊണ്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ആപ്സ്. അടുത്തത് കാലിന് പുറകിൽ കൊണ്ടു ഉള്ളിക്കുക. അതുപോലെ അടുത്ത സൈഡ്. ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓക്കെ. ഇനി അത് കഴിഞ്ഞു കാലും കോറിനും കൂടി ഉള്ളതാണ് പറ്റുമെങ്കിൽ ബ്രീത്ത്. അടുത്തത് ഇത് ചെയ്യാം നമുക്ക്. ഇനി ഒരു 10 കൂടെ ഇപ്പുറത്ത് കാലിങ്ങനെ റോക്ക് ചെയ്ത് പിടിച്ചിട്ട്
തൈ ആൻഡ് കാഫ് മസിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമ്മൾ ചെയ്താണ് ഇങ്ങനെ പോവാം. 1 ഇന്ന് 5 കപ്പാസിറ്റി ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ഒരു 5 കൂടെ ചെയ്തോ. അത് കഴിഞ്ഞ് ഈ സൈഡ്. ഇനി ഇത് breathe. Okay, next. അതൊക്കെ എണീക്കുക. പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞാൽ ചിലർക്ക് തലാപ്പ് വരും. കുറച്ച് അധികം ചെയ്യും. ഓക്കെ, ഞാൻ 20 ചെയ്തോടാ. വെയിറ്റ്. ബോഡി നന്നായി സ്ട്രെച്ച് ചെയ്യാം. എന്നിട്ട് ഈ കാൽ ടോസ് ഇല്ലേ, കാൽ വിരലിൽ മാത്രം ഒന്ന് കോൺട്രാക്ട് ചെയ്യും. ഒന്ന് ഫേസ് ടു ഫേസ് ചെയ്യാം. Okay, then do the standing forward bend, balancing both side. ചെയ്തെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലാസ് കാലിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് കൈയൊന്നിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പൊങ്ങി കുറച്ചൊന്നും ബ്രേക്ക് ചെയ്യാം. സോ എനർജി വിൽ ബി ബാലൻസ്ഡ്. ഓക്കെ, അത് ശരി. വീഡിയോൻ്റെ അത്രയും വിഗറസ് ആയിട്ടുള്ളതല്ല, ഡൈനാമിക് അല്ല. ഇത് ആർക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സാധാരണ ഒരു ഗ്രൗണ്ടിങ് ഫീലിംഗ് വരാനാണ് സാധ്യത. ഡോണ്ട് ബിലീവ്, ജസ്റ്റ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, താങ്ക് യു.